റഷ്യൻ കൂലിപ്പട്ടാളത്തിലകപ്പെട്ട തൃശൂർ സ്വദേശികളുടെ മോചനത്തിനായി ഓർത്തഡോക്സ് സഭാധ്യക്ഷന്റെ ഇടപെടൽ ഫലം കാണുന്നു. ജെയിൻ, ബിനിൽ എന്നിവരുടെ വിവരങ്ങൾ റഷ്യൻ എംബസി തേടി. 24 വാർത്തയുടെ അടിസ്ഥാനത്തിലായിരുന്നു ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ ഇടപെടൽ. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഈ റഷ്യൻ എംബസി എന്ത് വിവരങ്ങളാണ് തേടിയിരിക്കുന്നത്? അവരിൽ നിന്ന് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? ഈ ബാബയുടെ ഇടപെടൽ ഫലം കാണുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം. അതായത് ഈ എംബസി ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബയോട് ഇവരുടെ വിവരങ്ങൾ, വ്യക്തിഗത വിവരങ്ങൾ കൈമാറാൻ ആവശ്യപ്പെട്ടു. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ഇദ്ദേഹം ഈ കുടുംബാംഗങ്ങളിൽ നിന്ന് പാസ്പോർട്ടിന്റെ രേഖകളടക്കം ശേഖരിക്കുകയും അത് ഇപ്പോൾ എംബസിക്ക് കൈമാറുകയും ചെയ്തു. റഷ്യൻ സർക്കാരിന്റെ ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ബഹുമതി ഏറ്റുവാങ്ങാൻ എത്തിയ സമയത്താണ് 24-ൽ ഈ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ തൃശൂർ സ്വദേശികൾ കുടുങ്ങിയത് സംബന്ധിച്ചുള്ള വാർത്ത വരുന്നത്. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ബാവ കുടുംബാംഗങ്ങളെ ബന്ധപ്പെടുകയും ഈ വിവരം ശേഖരിക്കുകയും ഇന്നലെ റഷ്യൻ എംബസി അധികൃതർക്ക് ഇത് സംബന്ധിച്ചുള്ള ഒരു കത്ത് കൈമാറുകയുമായിരുന്നു. ഈ കത്ത് പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ റഷ്യൻ എംബസി ഇവരുടെ വ്യക്തിഗത വിവരങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവരെ നാട്ടിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിനുള്ള നടപടികളിലേക്ക് റഷ്യൻ എംബസി കടക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ടി.കെ. സൂരജ്, ജെയിന്റെയും ബിനിലിന്റെയും വിവരങ്ങൾ കൈമാറുക എന്നുള്ളതാണ് ഇപ്പോൾ റഷ്യൻ എംബസി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ ഏത് തരത്തിലുള്ള ഒരു തുടർ നടപടികളാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവേണ്ടത്? ഈ കുടുംബവുമായൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് എന്താണ്? ടി.കെ. അതായത് ഇതിനോടൊക്കെ തന്നെ ബാവ കുടുംബാംഗങ്ങളെ ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് കുടുംബവുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത്. അതായത് പാസ്പോർട്ടിന്റെ വിവരങ്ങളായിരുന്നു ചോദിച്ചിരുന്നത്. കാരണം ഇവരെ ഈ ട്രെയിനിങ്ങിന് കൊണ്ടുപോകുന്ന സമയത്ത് ഇവരുടെ പാസ്പോർട്ട് അടങ്ങിയ ബാഗുകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു. അതായത് ട്രെയിനിങ്ങിന് എന്ന് പറഞ്ഞാണ് ഇവരെ ഈ യുദ്ധമുഖത്തേക്ക് കൊണ്ടുപോയത്. പക്ഷേ ഈ ട്രെയിനിങ് കഴിഞ്ഞ് മടക്കി കൊണ്ടുവരുന്നതിന് പകരം യുദ്ധമുഖത്തേക്ക് ഇവരെ കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ ഇവരുടെ പാസ്പോർട്ട് അടക്കം ഇതിനിടയിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ടാണ് ഇവരുടെ വ്യക്തിഗത വിവരങ്ങളടക്കം റഷ്യൻ എംബസി തേടിയത്. ഈ വ്യക്തിഗത വിവരങ്ങൾ, അതായത് പാസ്പോർട്ട് അടക്കമുള്ള വിവരങ്ങൾ ബാവ കുടുംബാംഗങ്ങളോട് ആവശ്യപ്പെട്ടു. ബാവയ്ക്ക് കുടുംബാംഗങ്ങൾ ഇത് കൈമാറുകയും ചെയ്തു. ഇത് റഷ്യൻ എംബസിക്കും കൈമാറി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഈ പാസ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഇപ്പോൾ യുദ്ധമുഖത്ത് എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് റഷ്യൻ എംബസി നടത്തുന്നത്. അതിനുശേഷം ഇവരെ നാട്ടിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിനുള്ള ഒരു ശ്രമം നടത്തും. നേരത്തെ ഇന്ത്യൻ എംബസി ഇടപെട്ടുകൊണ്ട് ഇവരെ മടക്കി കൊണ്ടുവരുന്നതിനുള്ള ഉത്തരവ്, അതായത് അപേക്ഷ ഈ കമാൻഡർക്ക് നൽകിയതാണ്. പക്ഷെ കമാൻഡർ ആ അപേക്ഷ 2 തവണ നിരസിച്ചു. ഇതോടുകൂടിയാണ് ഇന്ത്യയിലേക്ക് വരുന്നതിനും ഈ പട്ടാളത്തിൽ നിന്നുള്ള മോചനമടക്കം ഈ നടപടികളിലേക്ക് കടക്കാൻ കഴിയാതെ പോയത്. ഇപ്പോൾ ഒരു നിർണായക ഇടപെടൽ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇവർക്ക് എന്തായാലും നാട്ടിലേക്ക് മടങ്ങി വരുന്നതിനുള്ള സാഹചര്യം ഒരുങ്ങും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. സൂരജി, ജെയിന്റെയും ബിനിലിന്റെയും ഒക്കെ പ്രാഥമികമായ വിവരങ്ങൾ ഇതിനോടകം തന്നെ റഷ്യൻ എംബസി ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കൂടുതൽ വിവരങ്ങൾ തേടുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുടുംബാംഗങ്ങളുമായി സംസാരിച്ച് വിശദമായ വിവരങ്ങൾ തേടുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. ഇവരെവിടെയാണുള്ളത് എന്നത് സംബന്ധിച്ചോ അവരെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കുടുംബത്തെ എംബസി അറിയിക്കുന്നുണ്ടോ സൂരജ്? നിലവിൽ ടി.കെ. ഇന്ത്യൻ എംബസിക്ക് ഇവരെവിടെയാണ് എന്നത് സംബന്ധിച്ച് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇന്ത്യൻ എംബസി പറയുന്ന ഒരു പ്രധാന പ്രശ്നവും ഇവരെ എവിടെയാണ് എന്ന് ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ എംബസിക്ക് കുറച്ചുകൂടി കാര്യക്ഷമമായി ഇടപെടാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ റഷ്യൻ എംബസി തന്നെ ഇതിനകത്ത് ഒരു ഇനീഷ്യേറ്റീവ്, റഷ്യൻ എംബസിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ വന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഇവരെ കണ്ടെത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. സൂരജ് സജി വിവരങ്ങൾ നൽകുക.